Good evening, everyone. It is my pleasure to welcome you all to episode 5 of the Back to Base IEEE Alumni Talk series. Today, we have the privilege of hosting Mr. Ashwin CS, who is currently working at Tata Elxsi as TBU. Ashwin will take us through his first hand experiences, providing valuable insights and expert advice on how to stand out and grab the best opportunities during the placement season. Thank you, Ashwin CS, for joining us. We look forward to hearing your insights and learning how to ace campus placements. Over to you. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പറ്റി പറയാം. എൻ്റെ പേര് അശ്വിൻ. ഞാൻ 2024 പാസ് ഔട്ട് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിൽ നിന്നായിരുന്നു. IEEE ഞാൻ CS കമ്പ്യൂട്ടർ സൊസൈറ്റി ചെയർ ആയിരുന്നു. ആൻഡ് നൗ ഐ എം കറന്റ്ലി വർക്കിംഗ് വിത്ത് ടാറ്റ എലക്സി ആസ് എൻ എഞ്ചിനീയർ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് യൂണിറ്റിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. സോ ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് ആരൊക്കെ ഉണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. യെസ്. സോ എനിക്ക് ഫസ്റ്റ് ഇയേഴ്സിനോടും സെക്കൻഡ് ഇയേഴ്സിനോടാണ് ചോദിക്കേണ്ടത്. ഹൗ ഈസ് യുവർ കോളേജ്? ഹൗ ഈസ് ദ എക്സ്പീരിയൻസ്? യെസ്. ഹോപ്പ് നിങ്ങൾക്കൊരു നല്ല അക്കാഡമിക് ഉണ്ടാവട്ടെ. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. സോ ബേസിക്കലി നമ്മൾ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തതിൻ്റെ ഒരു മേജർ ഇന്റൻഷൻ ആണ് ടു ഗെറ്റ് എ ഗുഡ് പ്ലേസ്മെന്റ്, ഗുഡ് പേയിങ് പ്ലേസ്മെന്റ് ആൻഡ് ടു ഷേപ്പ് അവർ കരിയർ, അല്ലേ? അതല്ലേ നമ്മുടെ ഒരു ബേസിക് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഇന്നിവിടെ നമ്മുടെ ഡ്രീം ജോബ് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് ഷെയർ മൈ സ്ക്രീൻ. സ്ക്രീൻ വിസിബിൾ ആണെങ്കിൽ പറയണേ. ഓക്കെ, സോ ബേസിക്കലി വെൻ ഇറ്റ്സ് കം ടു ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്, നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഒരു തോട്ട് ആയിരിക്കും, ലൈക്ക് വൈ ഷുഡ് ബി ബോദർ അബൌട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്? കാരണം നമ്മളിപ്പോ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. പ്ലേസ്മെന്റ്സ് എപ്പോഴും ഫോർത്ത് ഇയറിലല്ലേ ഉണ്ടാവുക. ആൻഡ് ഒബ്വിയസ്ലി ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. കോളേജിലേക്ക് വരുമ്പോൾ we will be having new friends, we will be having great time. So basically എല്ലാവരും ഒരു കോളേജ് വൈബിലായിരിക്കും. ആൻഡ് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ സീരിയസ് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, സെം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നു. സോ ഈസ് ദാറ്റ് ഇനഫ്? അത് മാത്രം പോരെ ഒരു നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നായിരിക്കും നമ്മുടെ ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവുക. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ട്രൂ. ബിക്കോസ് ആസ് യു നോ, ഒരു വർഷം തന്നെ വി ഹാവ് ലോട്ട്സ് ഓഫ് എഞ്ചിനീയേഴ്സ് പാസിംഗ് ഔട്ട് ആൻഡ് ദർ ഈസ് restriction in the number of people that are taken by companies, because companies obviously have less vacancies or restricted job openings. So നമ്മൾ പാസ് ഔട്ട് ആകുമ്പോൾ ഹൗ ഡു വി സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതേഴ്സ്? നമ്മൾ പാസ് ഔട്ട് ആകുമ്പോൾ നമ്മുടെ ബാച്ചിലത്തെ ബാക്കിയുള്ള പിള്ളേരായിട്ട് നമ്മൾ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും? ദാറ്റ് ഡിറ്റർമൈൻസ് ഹൗ വി ആർ ഗെറ്റിംഗ് പ്ലേസ്ഡ് ആൻഡ് ഏത് ഡെസിഗ്നേഷൻ ഓർ എത്ര പേ സ്കെയിലിൽ നമ്മൾ പ്ലേസ്ഡ് ആകുന്നു. So eppalum it is better to start our placement preparation from the very beginning, so that namukku fourth year aagumbo comfortably namukku oru nalla placements catch cheyan pattum. Okay, so yes, first year second years ningal idu kekkundengil ningalkana actually best time to start the campus placements. And third years fourth years it's okay. നിങ്ങളെ എങ്ങനെയാണോ ഇപ്പോഴത്തെ ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണത് അതേപോലെ ഡിറ്റർമൈൻ ചെയ്യും നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സ് യു ഹാവ് ലോട്ട് ഓഫ് ടൈം, ബേസിക്കലി 2 or 3 years. അതിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ അപ്സ്കിൽ ചെയ്യുന്നത് അതേപോലെ ഡിറ്റർമൈൻ ചെയ്യും നിങ്ങൾക്ക് എങ്ങനത്തെ പ്ലേസ്മെന്റ്സ് കിട്ടുന്നത്. സോ ബേസിക്കലി ഐ വാണ്ട് യു ടു വെൻ ഇറ്റ് കംസ് ടു പ്ലേസ്മെന്റ്, നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ്. സോ നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോൾ വി വിൽ ബി ഹാവിങ് സോ മെനി ഇൻസെക്യൂരിറ്റീസ് വിത്തിൻ അവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ററാക്ട് ചെയ്യുക, എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നല്ലതാണോ, ആൻഡ് ഹൗ വിൽ ഐ ഇന്ററാക്ട് വിത്ത് സീനിയേഴ്സ്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം. സോ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. സോ ബേസിക്കലി നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യരുത്, കാരണം എല്ലാ ഫസ്റ്റ് ഇയേഴ്സും ജോയിൻ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. സോ നിങ്ങളുടെ സീനിയേഴ്സിനും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം
ഹൗ ദ ഫസ്റ്റ് ഇയേഴ്സ് ആർ ആൻഡ് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. സോ ബേസിക്കലി നിങ്ങൾ ഒന്നും നോക്കാതെ മീൻസ് ഒരു മടിയും കൂടാതെ നെറ്റ്വർക്ക് ചെയ്യുക എന്നതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ആൻഡ് വെൻ ഐ സേ നെറ്റ്വർക്ക് വിത്ത് യുവർ സീനിയേഴ്സ്, യുവർ ക്യാമ്പസ് കോളേജ് പ്രൊഫസേഴ്സ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ് ഫ്രം അതർ ബ്രാഞ്ചസ്, അതർ കോളേജസ്, അങ്ങനെ നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഈ നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യാണ്. സോ നമ്മുടെ കോളേജിൽ മെയിൻ ആയിട്ട് ഉള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഇതൊക്കെ. IEEE ഉണ്ട്, GDSC ഉണ്ട്, ഫോസ് ഉണ്ട്, മ്യൂലൺ ഉണ്ട്. സോ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. സോ യു വിൽ ബി ഗെറ്റിംഗ് വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ടു ഓർഗനൈസ് ഇവന്റ്സ്, മീറ്റ് ദ ഇൻഡസ്ട്രി പ്രൊഫഷണൽസ്, ഗെറ്റ് ഗൈഡൻസ് ഫ്രം ദം. ആൻഡ് IEEE കാണിച്ചാൽ നിങ്ങൾക്ക് IEEE സ്കോളർഷിപ്പ് കിട്ടാനും ഇഷ്ടം പോലെ മെത്തേഡ്സ് ഉണ്ട്. സോ ബേസിക്കലി ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കമ്മ്യൂണിറ്റീസ് ജോയിൻ ചെയ്യാണ്. കമ്മ്യൂണിറ്റീസിന്റെ മിക്ക ആക്ടിവിറ്റീസിലും പാർട്ടാവുക, അതിൽ നിങ്ങൾ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹാക്കത്തോൺസ്. ഹാക്കത്തോൺസ് എന്ന് പറയുന്നത് ബേസിക്കലി കുറെ കമ്പനീസ് ഓർഗനൈസ് ചെയ്യണ ഒരു കോഡിംഗ് ചാലഞ്ച് പോലത്തെ സംഭവങ്ങളാണ് ഹാക്കത്തോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിൽ പോയിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ബേസിക്കലി ഹാക്കത്തോൺസിൽ ഉണ്ടാകുന്നത്. സോ ഇങ്ങനെ ഹാക്കത്തോൺസിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പിയേഴ്സ്, അവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്കിംഗ്, അത് പൊട്ടൻഷ്യലി നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയിൽ വരെ എത്തിക്കാൻ സഹായിക്കും. ഓക്കെ. ആൻഡ് ഓൾസോ ടെക്നിക്കൽ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ കുറെ കമ്മ്യൂണിറ്റീസ് ആൻഡ് കമ്പനീസ് അവരുടെ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാനും അല്ലാതെ പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടും ടെക് ഇവന്റ്സ് കണ്ടക്ട് ചെയ്യും. സോ അവിടെ നമ്മൾ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവിടെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുക. സോ ബേസിക്കലി നിങ്ങളുടെ നെറ്റ്വർക്ക് ആണ് നിങ്ങളുടെ നെറ്റ് വർത്ത്. സോ നിങ്ങളെ എത്രത്തോളം ആൾക്കാർക്ക് അറിയുന്നു അത്രത്തോളം നിങ്ങളുടെ എക്സ്പോഷർ കൂടും. ആൻഡ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഓർ ഒരു റെഫറൽ ത്രൂ നിങ്ങൾക്ക് ജോബ് കിട്ടണതും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എനി ഡൗട്ട്സ് ഇൻ ദാറ്റ്? Next slide, No. Okay. So next one is to upskill yourself. So if you are, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഓർ സെക്കൻഡ് ഇയർ ആൻസർ, ദിസ് ഈസ് യുവർ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് യുവർ അപ്സ്കില്ലിംഗ് ജേർണി. സോ നമ്മൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം അത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുക. ആ ഒരു പ്ലേസ്മെന്റ് സെഷൻ എത്തുമ്പോൾ, പ്ലേസ്മെന്റ് സീസൺ എത്തുമ്പോൾ, ഫോർത്ത് ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലെ നിങ്ങളുടെ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. സോ ആ ടൈമിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ പ്രാക്ടീസ് ചെയ്ത ഓരോ സംഭവങ്ങളും അതൊക്കെ നിങ്ങളുടെ അസറ്റ് ആയി മാറും. ആൻഡ് ദാറ്റ് ഡിറ്റർമൈൻസ് how easy you are going to be in the placement seasons and how easy for you is to crack a job. Okay, so basically placements എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കോർ പ്ലേസ്മെന്റ്സ് ആൻഡ് IT പ്ലേസ്മെന്റ്സ്. സോ കോർ ബ്രാഞ്ചസിൽ വരുന്ന പ്ലേസ്മെന്റ്സിനാണ് നമ്മൾ കോർ പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ഫ്രം സിവിൽ, ഇലക്ട്രിക്കൽ ഓർ AC ബ്രാഞ്ച് ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഡൊമൈൻ അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ടെക് പഠിക്കാനാണ് കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ യു ഷുഡ് ബി ഡെഫിനറ്റ്ലി ട്രൈങ് ഫോർ കോർ പ്ലേസ്മെന്റ്സ്. സോ കോർ പ്ലേസ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കോർ എഞ്ചിനീയറിംഗ് ഡിസൈപ്പിൾസിൽ വർക്ക് ചെയ്യണ കമ്പനീസ് ആയിരിക്കും കോർ പ്ലേസ്മെന്റ്സിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെച്ചാൽ L&T പോലത്തുള്ള കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ടാവും, അശോക് ലെയ്ലൻഡ്, മഹീന്ദ്ര ഇതേപോലത്തുള്ള ഓട്ടോമൊബൈൽ കമ്പനീസ് ഉണ്ടാവും. ആൻഡ് EEE ഓർ EC ആണെച്ചാൽ നമുക്ക് സീമെൻസ്, അതേപോലെ തന്നെ ബജാജ് ഇലക്ട്രിക്കൽസ്, ബേൽ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബേൽ, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതേപോലെ തന്നെ ഓൾസ്റ്റോം, കൊച്ചി മെട്രോ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഓൾസ്റ്റോം. ഇങ്ങനത്തെ ഒക്കെ കമ്പനീസിനെ എയിം ചെയ്ത് പോവാം. ആൻഡ് ഇഫ് യു ആർ like interested in IT placements answer, then there is only one way to crack that. It is DSA. When I say DSA, അത് data structures algorithm ആണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മള് കോമ്പറ്റേറ്റീവ് കോഡിംഗ്, സോ DSA പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് കോഡിംഗ് പ്രാക്ടീസ് ചെയ്യണം. സോ കോമ്പറ്റേറ്റീവ് കോഡിംഗിൽ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റണ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ കോമ്പറ്റേറ്റീവ് കോഡിംഗിൽ ഉണ്ടാവുക. സോ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു നല്ല IT പ്ലേസ്മെന്റ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കോമ്പറ്റേറ്റീവ് കോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ലീഡ് കോഡ് ഉണ്ട്, ഹാക്കറാങ്ക് ഉണ്ട്, ഹാക്കർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
ആൻഡ് ഇത് ഇനീഷ്യലി നമ്മൾ കോമ്പറ്റേറ്റീവ് കോഡിങ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ബിക്കോസ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സ് ഇപ്പൊ നമ്മൾ അരേസ് പഠിച്ചു, കോളേജിൽ അരേസ് എന്താന്ന് പഠിച്ചു, ലിങ്ക് ലിസ്റ്റ് എന്താന്ന് പഠിച്ചു, ഇതിന്റെ ഒക്കെ കൺസെപ്റ്റൽ നോളജ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ബട്ട് കോമ്പറ്റേറ്റീവ് കോഡിങ്ങിൽ ഈ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് അത് ഓരോ റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കും അതാണ് മാറ്റർ ചെയ്യുന്നത്. സോ DSA practice is like very important for cracking your IT placements. And നിങ്ങളുടെ പല ആൾക്കാരുടെയും ഡ്രീം കമ്പനീസ് ആയിരിക്കും ദ സോ കോൾഡ് മാൻ കമ്പനീസ്. മെറ്റ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, ഈ 4 കമ്പനീസിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് മാൻ കമ്പനീസ് എന്ന്. സോ ഈ കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ഒക്കെ ബേസിക്കലി ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇവാലുവേഷൻ വെച്ചിട്ടായിരിക്കും അവരുടെ കമ്പനിയിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ആദ്യം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ പോവുക, ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആദ്യം ട്രൈ ചെയ്യാൻ നോക്കുക. ആദ്യം ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസും പോലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതിന്റെ സൈഡ് പാനൽസിലൊക്കെ അതിന്റെ സൊല്യൂഷൻസ് ഉണ്ടാവും. സൊല്യൂഷൻസ് നോക്കുക. സൊല്യൂഷൻ നോക്കിയിട്ടും മനസ്സിലാവാത്ത കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സൊല്യൂഷൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ChatGPT കൊണ്ടിടുക, എന്നിട്ട് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ചോദിക്കുക. ആൻഡ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഡെയിലി 2 or 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് കംഫർട്ടബിൾ ടു കോമ്പറ്റേറ്റീവ് കോഡിംഗ്. ഓക്കെ. ആൻഡ് നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കരുത്. യു ഷുഡ് ഓൾസോ ട്രൈ ഫോർ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. ആൻഡ് കമ്പാരിറ്റീവ്ലി ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ആർ ലിറ്റിൽ ബിറ്റ് കോമ്പറ്റേറ്റീവ് ദാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്. കാരണം ക്യാമ്പസ് പ്ലേസ്മെന്റ്സിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് വെച്ച് മാത്രമായിരിക്കും. ബട്ട് ഓഫ് ക്യാമ്പസിൽ അങ്ങനെ ആയിരിക്കില്ല കേസ്. യു വിൽ ബി കോമ്പറ്റിംഗ് വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ഫ്രം ദ ഓപ്പൺ കാറ്റഗറി. അവിടെ ഒരു കോളേജ് പറഞ്ഞിട്ടൊരു റെസ്ട്രിക്ഷൻ ഇല്ല, എല്ലാ ആൾക്കാരും ഉണ്ടാവും, അവരായിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇഫ് യു ആർ ഗുഡ് ഇൻ DSA, ഇപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 6 മാസം 8 മാസമൊക്കെ DSA ചെയ്യാന്ന് വെച്ചാൽ you will be ready for cracking off-campus placements. And when you compare the pay scale between campus placements and off-campus placements in the salary എന്ന് പറയുന്നത് 3 times 4 times greater than campus placements ആയിരിക്കും. Okay. And next one is open source contribution. So open source softwares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഴ്സ് കോഡ് പബ്ലിക് ആയിരിക്കും, മീൻസ് ഓപ്പൺ ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും കയറി ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോഴത്തെ ഒരു പുതിയ AI മോഡൽ ഉണ്ട്, ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡീപ് സീക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോഡ് ഓപ്പൺ സോഴ്സ് ആണ്. നമുക്ക് ഇപ്പൊ കയറിയിട്ട് അതിന്റെ കോഡ് എക്സാമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനത്തെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അതിലത്തെ ഡെവലപ്പേഴ്സ് കുറെ ഇഷ്യൂസും ബഗ്സും അപ്ഡേറ്റ്സും ഒക്കെ അവരുടെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഗിറ്റബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വിചാരിച്ചോ. സോ അതിൽ വരുന്ന കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ ബഗ്സ് അല്ലെങ്കിൽ വി ആസ് എ കൺസ്യൂമർ നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഗിറ്റബിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ വി ആസ് ഡെവലപ്പേഴ്സ് നമുക്ക് അങ്ങനത്തെ സൈറ്റ്സിൽ പോവാം, എന്നിട്ട് ആ ഇഷ്യൂസ് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ആ അപ്ഡേറ്റ്സ് നമുക്ക് കോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഐ നോ ഇത് ആസ് എ ബിഗിനർ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡേഴ്സിനായിരിക്കും. ബട്ട് ഇഫ് യു സ്റ്റാർട്ട് ടു ഡു ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ, നിങ്ങളെ ഓഫ്ലൈൻ ആയിട്ട് നല്ല വിസിബിലിറ്റി കിട്ടും. മീൻസ് നിങ്ങളെ കമ്പനീസ് നോട്ട് ചെയ്യാൻ നോക്കും, റിക്രൂട്ടേഴ്സ് ശ്രദ്ധിക്കും. അങ്ങനെ your chance of landing into a placement increases. Okay. And next one, focus on your soft skills. And soft skills are as important as technical skills. Okay. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു കോളേജിൽ ഒരു ട്രാൻസിഷൻ നടത്തുമ്പോൾ പല ആൾക്കാർക്കും ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്യൂസ് ഉണ്ടാവും. അതിന്റെ റീസൺ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ചിലർ ഇൻട്രോവേർട്ടഡ് ആയിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. ബട്ട് ബിലീവ് മീ, ദിസ് college life is the perfect place to improve that. Okay. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ജോയിൻ ചെയ്യുമ്പോൾ, IEEE പോലത്തുള്ള കമ്മ്യൂണിറ്റീസ് ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് ബെനിഫിറ്റ്സ് വിച്ച് അൾട്ടിമേറ്റ്ലി ഹെൽപ്സ് യു ഇൻ ബിൽഡിംഗ് യുവർ സോഫ്റ്റ് സ്കിൽസ്. കാരണം നിങ്ങൾക്ക് പ്ലേസ്മെന്റിന്റെ സമയത്ത് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് മിററിന്റെ ഫ്രണ്ടിൽ പോയിട്ട് സംസാരിക്കാം,
അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിനകത്ത് തന്നെ മാക്സിമം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ലൈക്ക് വാച്ച് ഹോളിവുഡ് മൂവീസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കമ്പനീസിൽ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ലെവലായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ആ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഫസ്റ്റ് ഹേർഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. സോ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ ബേസിക്കലി അവിടെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഓർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസിനെ പറ്റി. സോ ദർ ഇസ് നോ അതർ വേ, പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബെറ്റർ ആക്കാം. Okay, and next one, you should be you should make your body language better. So body language better എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ക്രോസ്ഡ് ആയിട്ടുള്ള പോസ്റ്റർ മീൻസ് കൈ ക്രോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല, സ്ലൗച്ച് ചെയ്ത് ഇരിക്കാൻ പാടില്ല. സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ട്രൈ ടു ബി ഓപ്പൺ, എക്സ്പ്രസീവ്, ആൻഡ് എപ്പോഴും ബാക്കിയുള്ളവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മൈലൊക്കെ വെച്ചിട്ട് ഗ്രീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം തേർഡ് ഇയർ എൻഡ് ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉണ്ടാവും. സോ നമുക്ക് എക്സ്റ്റേണൽ ട്രെയിനേഴ്സ് ഉണ്ടാവും. എക്സ്റ്റേണൽ ട്രെയിനേഴ്സ് വന്നിട്ട് ഈ ഓരോ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഡിഫറെന്റ് ട്രെയിനിങ് തരും. ആൻഡ് യു ക്യാൻ ബി ബെറ്റർ ഫ്രം ദാറ്റ്. ഓക്കെ, ആൻഡ് റിസർച്ച് അബൌട്ട് കമ്പനീസ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമ്പസിൽ വരുന്ന കമ്പനീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാം. ഏതൊക്കെ കമ്പനീസ് ആണ് വരുന്നത്, അവർ ഏത് ടെക് സ്റ്റാക്ക് ആണ് യൂസ് ചെയ്യുന്നത്, അവർക്ക് എന്ത് ടൈപ്പിലുള്ള പ്രൊജക്ട്സ് ആണ് ഉള്ളത്, അവരുടെ എംപ്ലോയി കൗണ്ട് എത്രയാണ്. സോ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്യുക. ആ കമ്പനിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവർ ഏത് ഡൊമൈനിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് പോസ്റ്റേഴ്സ് ഉണ്ടാവും, അതിൽ കയറിയിട്ടൊക്കെ നോക്കുക ഏതൊക്കെ കമ്പനീസ് ആണ് നമ്മുടെ കോളേജിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക. സോ അങ്ങനെ നമുക്ക് ഇപ്പോ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പോ TCS നമ്മുടെ ക്യാമ്പസിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഒരു നേരത്തെ തന്നെ നമുക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ബൈ TCS എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അങ്ങനെ നമ്മൾ കമ്പനി സ്പെസിഫിക് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടണ പ്രോബബിലിറ്റി കൂടും. ആൻഡ് ഏതൊരു കമ്പനിയുടെ ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി? നമ്മളെ പ്ലേസ്മെന്റ് ഇരിക്കുമ്പോൾ അവരുടെ കമ്പനിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇപ്പോഴേ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, എനി ഡൗട്ട്സ് ഹിയർ? നെക്സ്റ്റ് സ്ലൈഡ് പോട്ടെ. ഹലോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് പ്രൊജക്ട്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, നമുക്ക് ബേസിക്കലി 2 പ്രൊജക്ട്സ് ആണ് ഉള്ളത്. നമ്മുടെ അക്കാഡമിക് ഇയറിൽ നമുക്ക് 2 പ്രൊജക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് മിനി പ്രൊജക്ട് ഉണ്ട്, മെയിൻ പ്രൊജക്ട് ഉണ്ട്. സോ വി ആർ സ്റ്റുഡൻസ് നമ്മൾ എപ്പോഴും വിചാരിക്കും മിനി പ്രൊജക്ട് അത്ര ഇമ്പോർട്ടന്റ് അല്ല, മെയിൻ പ്രൊജക്റ്റിൽ നമുക്ക് എല്ലാ ഫോക്കസും ചെയ്യാം. പക്ഷേ ഈ മിനി പ്രൊജക്ട് വരുന്നത് 6th സെമിസ്റ്ററിലാണ്. ആൻഡ് മെയിൻ പ്രൊജക്ട് 7th and 8th സെമിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ആയി പോകും. ഓക്കെ, സോ മിക്ക ക്യാമ്പസ് പ്ലേസ്മെന്റ്സും സ്റ്റാർട്ട് ചെയ്യണത് 7th സെമ്മിലായിരിക്കും, 7th സെമ്മിന്റെ ബിഗിനിങ്ങിലായിരിക്കും. സോ അപ്പൊ നമ്മളൊരു പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തു, ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അപ്പൊ ഹാൻഡി ആയിട്ട് ഉള്ളത് എപ്പോഴും മിനി പ്രൊജക്ട് ആയിരിക്കും. ഒരുപക്ഷെ മെയിൻ പ്രൊജക്ടിന്റെ ഗ്രൂപ്പും പോലും അപ്പൊ ഫോം ചെയ്തിട്ടുണ്ടാവില്ല, ഓർ ജസ്റ്റ് മെയിൻ പ്രൊജക്ട് ഒരു ഐഡിയേഷൻ സ്റ്റേറ്റിൽ മാത്രമായിരിക്കും എത്തിയിട്ടുണ്ടാവുക. സോ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് മിനി പ്രൊജക്ട് ആയിരിക്കും. സോ കമ്പനീസ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ഒരു മെയിൻ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത് നമ്മുടെ പ്രൊജക്ട്സ് ആയിരിക്കും. സോ നമ്മൾ മിനി പ്രൊജക്ട് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അത് അത്ര എഫേർട്ട് നമ്മൾ എടുത്തിട്ടില്ല, സോ നമുക്ക് അവിടെ നമുക്ക് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. സോ മിനി പ്രൊജക്ട് ഫോക്കസ് ചെയ്താൽ 7th മീൻസ് നമ്മുടെ പ്ലേസ്മെന്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന കമ്പനീസിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ആൻഡ് മെയിൻ പ്രൊജക്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ മെയിൻ പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ പറയാം. ആൻഡ് യെസ്, പിന്നെ പ്രൊജക്ട്സ് നമുക്ക് ഹാർഡ്വെയർ ആയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് ചെയ്യാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് നമുക്ക് ഇന്റർവ്യൂവറിന് പ്രസന്റ് ചെയ്യണ വിധത്തിൽ
നമ്മൾ ഇന്റർവ്യൂവിൽ ഷോക്കേസ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് ആണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എപ്പോഴും നമുക്ക് ഹോസ്റ്റ് ചെയ്യണം. ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലായിരിക്കും. അതിനെ നമ്മൾ എപ്പോഴും ഹോസ്റ്റ് ചെയ്യാം. നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കുറെ ഫ്രീ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗിറ്റ്ഹബ് ഉണ്ട്, വേഴ്സൽ ഉണ്ട്, നെറ്റ്ലിഫൈ ഉണ്ട്, അങ്ങനത്തെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതില് നമ്മൾ നമ്മുടെ പ്രൊജക്ട് ഹോസ്റ്റ് ചെയ്യാം. ഇതിപ്പോ ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിന്റെ ഹൈപ്പർ ലിങ്ക് നമ്മുടെ റെസ്യൂമിൽ കൊടുക്കാം. സോ റെസ്യൂമിൽ കൊടുക്കുമ്പോഴാണ് ഇന്റർവ്യൂവറിന് നമ്മുടെ പ്രൊജക്ട് ആക്സസ് ചെയ്തിട്ട് അതിലെ കണ്ടന്റ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇപ്പൊ ഒരു ലോഗിൻ സെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പിൾ ഇമെയിൽ ഐ ഡി, സാമ്പിൾ പാസ്വേഡ് ഒക്കെ കാട്ടി കൊടുക്കുക. സോ ദാറ്റ് ഇത് ഇവാലുവേറ്റ് ചെയ്യണ ആൾക്ക് ആ ഒത്തന്റിക്കേഷൻ ബൈപാസ് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടന്റ്സ് ഒക്കെ കാണാൻ പറ്റും വിധത്തിലാക്കുക. ആൻഡ് ഹാർഡ്വെയർ പ്രൊജക്ട്സ് ആണിച്ചാലും നിങ്ങൾ അതിന്റെ പിക്ചേഴ്സ് എടുത്തിട്ട് ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ ഹൈപ്പർ ലിങ്ക് റെസ്യൂമിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് ട്രൈ ടു പാർട്ടിസിപ്പേറ്റ് മോർ ഇൻ പ്രൊജക്ട്സ്. അതായത് നിങ്ങൾക്ക് ടെക് അറിയില്ല, മീൻസ് ഇപ്പോൾ നിങ്ങൾ ചെയ്യണ പ്രൊജക്ടിന്റെ ടെക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കല്ലേ ചെയ്യേണ്ടത്. Yeah, initially it would be different, but initially it would be difficult, but try to interact more, try to participate more in project. Just നിങ്ങളുടെ പ്രൊജക്റ്റിലെ കോൺട്രിബ്യൂഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് വരിക, അങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തരുത്. ജസ്റ്റ് ട്രൈ ഫ്രം യുവർ എൻഡ് ടു പാർട്ടിസിപ്പേറ്റ് മോർ. ഓക്കെ, ആൻഡ് മെയിൻ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ ട്രെൻഡിങ് ടെക് സ്റ്റാക്കിൽ പ്രൊജക്ട് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോ മോസ്റ്റ് കമ്പനീസ് ഇപ്പോൾ ഏത് സ്റ്റാക്കിലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടെക് എന്തൊക്കെയാണെന്ന് അറിയാം. AI ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്, ഓർ സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അങ്ങനത്തെ ട്രെൻഡിങ് ടെക് സ്റ്റാക്കിലൊക്കെ പ്രൊജക്ട് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് ഇന്റർവ്യൂവിൽ നമുക്ക് ബെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ഇഫ് നിങ്ങൾ ചെയ്ത പ്രൊജക്ട് ആ കമ്പനിയുടെ പ്രൊജക്ട്സ് ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ, അവർ യൂസ് ചെയ്യുന്ന ടെക് സ്റ്റാക്ക് ആയിട്ട് മാച്ച് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹയർ വുഡ് ബി ഗ്രേറ്റർ. ഓക്കെ, ആൻഡ് അതർ കീ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ്, ലിങ്ക്ഡിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. സോ പണ്ടൊക്കെ നമ്മൾ ഒരു പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്യൂമെ മാത്രമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഫിസിക്കൽ റെസ്യൂമിനെയും കാട്ടും കമ്പനീസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലിങ്ക്ഡിനിലാണ്. സോ ലിങ്ക്ഡിൻ നിങ്ങൾ എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്യുന്നു അത്രത്തോളം വിസിബിൾ ആയിരിക്കും നിങ്ങൾ ബാക്കിയുള്ള കമ്പനീസിന്റെ അടുത്തും റിക്രൂട്ടേഴ്സിന്റെ അടുത്തും വിസിബിൾ ആയിരിക്കും. ആൻഡ് ദേ വിൽ ലൈക്ക് ഗെറ്റ് ബാക്ക് ടു യു റിഗാർഡിംഗ് ദ പ്ലേസ്മെന്റ്സ്. ഓക്കെ, സോ നിങ്ങളുടെ പ്രൊഫൈൽ ആദ്യം ഒപ്റ്റിമൈസ് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടായിരിക്കും, അത് ആഡ് ചെയ്യുക. പ്രൊജക്ട്സ്, നിങ്ങൾ ചെയ്ത ഹോബി പ്രൊജക്ട്സ് അല്ലെങ്കിൽ അക്കാഡമിക് പ്രൊജക്ട്സ് അത് ആഡ് ചെയ്യുക. നിങ്ങൾ അറ്റൻഡ് ചെയ്ത കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻസ് ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ വയ്ക്കാം, പ്രൊഫൈലിന്റെ മേലെ ബാനർ ഫോട്ടോ ഉണ്ടായിരിക്കും, ഇതൊക്കെ വയ്ക്കാം. ഓക്കെ, ആൻഡ് ബി കൺസിസ്റ്റന്റ് ഇൻ ലിങ്ക്ഡിൻ. സോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ടെക് സ്റ്റാക്ക് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, സോ നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഇൻസൈറ്റ്സ് കിട്ടി, ഓർ ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടെക്നോളജി, ഓർ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ പോസ്റ്റുകൾ ഇടുക. ജസ്റ്റ് റാദർ ദാൻ സേയിങ് ദാറ്റ് ഐ കംപ്ലീറ്റഡ് ദിസ് പെർട്ടിക്കുലർ കോഴ്സ്, ഇതാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ്. അതിന് പകരം അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ടെക് സ്റ്റാക്ക് വെച്ചിട്ട് ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുക. ചെറുതോ വലുതോ അത് ഡസന്റ് മാറ്റർ. ജസ്റ്റ് ഒരു ഹോബി പ്രൊജക്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ കുറിച്ച് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ട്രൈ ടു ബി കൺസിസ്റ്റന്റ് ഇൻ ലിങ്ക്ഡിൻ. മീൻസ് മന്ത്ലി 3 പോസ്റ്റ് അല്ലെങ്കിൽ 5 പോസ്റ്റ്, അങ്ങനത്തെ ഒക്കെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് ട്രൈ ടു ബി ആക്റ്റീവ് ഇൻ ലിങ്ക്ഡിൻ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിക്രൂട്ടേഴ്സിന്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യും. ആൻഡ് ഡെഫിനറ്റ്ലി ലിങ്ക്ഡിൻ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഗെറ്റ് ആൻ ഓഫ് ക്യാമ്പസ് ഓഫർ. ഓക്കെ, സോ യെസ്, നെക്സ്റ്റ് ട്രൈ ഫോർ ഇന്റേൺഷിപ്സ്. സോ ഇന്റേൺഷിപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഒരു കോഴ്സ് ചെയ്യണം ഇന്റേൺഷിപ്പ്. ബേസിക്കലി അത് നിങ്ങൾക്ക് നോളേജ് ഗെയിൻ ചെയ്യാൻ ഒരു നല്ല മെത്തേഡാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്,
നിങ്ങൾ ശരിക്കൊരു കമ്പനിയിൽ പോയിട്ട് അവിടത്തെ വർക്കിംഗ് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇന്റേൺഷിപ്പ് ആയിരിക്കണം. സോ ട്രൈ ടു ഗെറ്റ് ഇന്റേൺഷിപ്പ് വിച്ച് പേസ് യു. മീൻസ് നമ്മൾ എന്തെങ്കിലും ചെയ്ത ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷന് ഇങ്ങോട്ട് പേയ്മെന്റ് കിട്ടുന്ന ഇന്റേൺഷിപ്പ് ട്രൈ ചെയ്യാം. സി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇന്റേൺഷിപ്പ് ആസ് എ ഫ്രഷർ. പക്ഷെ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് പഠിക്കുക, അതിൽ പ്രൊജക്ട് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്താൽ ദർ ഈസ് ഓൾവേസ് എ ചാൻസ്. Okay, next one is back papers. So yes, some of you might be having back papers and it's okay. പക്ഷേ when it comes to placements, fourth year when it comes to placements, എല്ലാ കമ്പനീസും വെക്കുന്ന ഒരു ബേസിക് സ്ക്രീനിങ് ആയിരിക്കും നോ ബാക്ക് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവർ പറയും ബാക്ക് പേപ്പേഴ്സ് എന്തായാലും ഓക്കെ ആണ്, പക്ഷേ ഫോർത്ത് ഇയർ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യണ സമയം ആവുമ്പോഴേക്കും അത് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയും. So if you are having back papers, try to clear that before the fourth year. കാരണം നമുക്ക് ഫോർത്ത് ഇയറിൽ കമ്പനീസ് വരുമ്പോൾ നമ്മുടെ ഫുൾ ഫോക്കസ് എന്തായിരിക്കണം, ആ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ക്രാക്ക് ചെയ്യാനായിരിക്കണം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ പറ്റില്ല. സോ മാക്സിമം ഒരു ഫോർത്ത് ഇയർ ബിഗിനിങ് ആവുമ്പോഴേക്കും ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആൻഡ് യെസ്, ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ എ ഗുഡ് CGPA. സോ മിക്ക കമ്പനീസും വേറെ CGPA റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട്. അത്ര വലിയ ഒരു റെസ്ട്രിക്ഷൻ ഒന്നല്ല, മേ ബി 6 or 7 മേലുള്ള CGPA ആയിരിക്കും വെക്കേണ്ടത്. ഓൾസോ ട്രൈ ടു മെയിൻറ്റെയിൻ എ ഗുഡ് കൺസിസ്റ്റന്റ് CGPA. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് GitHub. സോ GitHub എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഷൻ കൺട്രോൾ സൈറ്റ് ആണ്. സോ ബേസിക്കലി നമ്മുടെ പ്രൊജക്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾ എന്ത് പ്രൊജക്ട് ചെയ്താലും, ചെറുതോ വലുതോ എന്ത് ചെയ്താലും നിങ്ങൾ അത് GitHubൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങളുടെ ടോപ്പ് പ്രൊജക്ട്സ്, മേ ബി നമ്മുടെ ടോപ്പ് പ്രൊജക്ട്സ് നമ്മുടെ മിനി പ്രൊജക്ട് ആയിരിക്കാം, മെയിൻ പ്രൊജക്ട് ആയിരിക്കാം, അത് GitHubന്റെ റെപ്പോസിറ്ററിയിൽ പിൻ ചെയ്ത് വെക്കാം. സോ ഒരാൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ 2 പ്രൊജക്ട് ആയിരിക്കും ആദ്യം കാണാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. യെസ്, ഇഫ് യു ആർ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ടു മേക്ക് എ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആൻഡ് ലിങ്ക് ഇറ്റ് യുവർ ലിങ്ക്ഡിൻ. സോ ഇങ്ങനത്തെ ഒക്കെ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ റിക്രൂട്ടേഴ്സ് എന്താണെന്ന് നോക്കുക, അവർക്ക് ഈ ടെക്നോളജി പഠിച്ചു, അവർക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഇറ്റ് വുഡ് ബി ഗുഡ് ടു ഹയർ ദിസ് പെർട്ടിക്കുലർ കാൻഡിഡേറ്റ്. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. സോ ഇങ്ങനത്തെ ഹോബി പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വുഡ് ബി catching the attention of recruiters. Okay, and try to learn one trending technology. So കോളേജിൽ നമുക്ക് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതിന്റെ ബേസിക് നോളേജ് നമുക്ക് ഉണ്ടാവും. ആൻഡ് ബേസിക്സ് ആർ എക്സ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മളൊരു ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. കാരണം that is the least thing that they are expecting. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗിൽ ഊപ്സ് കോൺസെപ്റ്റ് പഠിച്ചു. സോ ഊപ്സ് കോൺസെപ്റ്റിൽ നമുക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവാൻ പാടില്ല, ബിക്കോസ് ദാറ്റ് ഫോംസ് എ വെരി ബേസിക്. സോ അതിന് പുറമെ ആയിട്ട് നമ്മളൊരു പുതിയ ട്രെൻഡിങ് ടെക്നോളജി, ഇപ്പോൾ AI ആണെച്ചാലും MI മിഷൻ ലേണിംഗ് ആണെച്ചാലും ബ്ലോക്ക് ചെയിൻ ആണെച്ചാലും സൈബർ സെക്യൂരിറ്റി ആണെച്ചാലും അങ്ങനത്തെ ഒക്കെ പുതിയ ടെക് സ്റ്റാക്കും പഠിക്കുക. സോ ദാറ്റ് ഒരു ഇംപ്രഷൻ വരും, ഈ കാൻഡിഡേറ്റിന് പുതിയ ടെക് സ്റ്റാക്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാനൊരു ബേസിക് ഐഡിയ തരാം എങ്ങനെയാണ് നമ്മുടെ കോളേജിൽ വരുന്ന മിക്ക കമ്പനീസും പ്ലേസ്മെന്റ്സ് നടത്താൻ പോകുന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് റൗണ്ട് ഒരു ഇനീഷ്യൽ CGPA റൗണ്ട് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ പറയും 6 CGPA മേലെ അല്ലെങ്കിൽ 7 CGPA മേലുള്ള ആൾക്കാർ എലിജിബിൾ ആണ് ഈ പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യാന്ന് പറയും. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് വുഡ് ബി ആപ്റ്റിറ്റ്യൂഡ്. സോ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ, വെർബൽ, ലോജിക്കൽ. സോ ഈ ന്യൂമറിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻസ്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ലോസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ സെക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വെർബൽ. വെർബൽ ബേസിക്കലി നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും. അതിൽ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻസ് വരും, ഗ്രാമർ ആൻഡ് സെന്റൻസ് കറക്ഷൻ വരും, വൊക്കാബുലറി, സെന്റൻസ് കറക്ഷൻ, ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നവ. ആൻഡ് ഫൈനലി ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലോജിക്കൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പാറ്റേൺ ഫൈൻഡിങ് ഉണ്ടാവും. മീൻസ് 2-3 പാറ്റേൺസ് തന്നിട്ടുണ്ടാവും. അതിന്റെ ഫോളോയിങ് പാറ്റേൺ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ബ്ലഡ് റിലേഷൻസ് ഉണ്ടാവും. മീൻസ് A പറഞ്ഞ പേഴ്സൺ Bന്റെ ഡാഡ് ആണ്, ഫാദർ ആണ്, B Cന്റെ മദർ ആണ്. അങ്ങനത്തെ ഒക്കെ കുറെ എക്സാമ്പിൾസ് തന്നിട്ട് 2 ആൾക്കാർ തമ്മിൽ റിലേഷൻസ് എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഡയറക്ഷൻ സെൻസ്, മീൻസ് ഒരു പേഴ്സൺ ഇത്ര ഡിസ്റ്റൻസ് നോർത്തിൽ പോയി, പിന്നെ
റൈറ്റ് ടേൺ എടുത്തു, അങ്ങനെ പോയിട്ട് ഫൈനലി ആളെത്തണ ഡയറക്ഷൻ ഏതായിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ ഒക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ പ്രാക്ടീസ് ദാറ്റ്. പിന്നെ വരുന്നത് കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കോഡിംഗ് ക്വസ്റ്റ്യനിൽ അവർ DSA വെച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ബട്ട് ആസ് ഫാർ ആസ് നമ്മുടെ കോളേജിൽ വരുന്ന കമ്പനീസ് ആർ കൺസേൺ, അവർ ബേസിക്കലി ഈസി ക്വസ്റ്റ്യൻസ് ആൻഡ് മീഡിയം ലെവൽ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കേണ്ടാവുക. അത്ര ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ട്രൈ ടു പ്രാക്ടീസ് ലീഡ് കോഡ് ഫ്രം ടുഡേ onwards itself. നിങ്ങൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം അത്രത്തോളം ഹെഡ് സ്റ്റാർട്ട് നമുക്ക് കിട്ടും. ആൻഡ് നിങ്ങൾ പ്ലേസ്മെന്റ് സീസൺ പ്ലേസ്മെന്റിന് ഇരിക്കുമ്പോൾ കോഡിംഗ് പ്രാക്ടീസ് ചെയ്യണേക്കാട്ടിയും എത്രയും ബെറ്റർ ആണ് നമ്മൾ ആദ്യം മുതലേ കോഡിംഗ് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ആൻഡ് അത് ബേസിക്കലി പ്രോക്ടേർഡ് എക്സാം ആയിരിക്കും. നിങ്ങളുടെ ക്യാമറയൊക്കെ വെച്ച് മോണിറ്റർ ചെയ്യുന്ന എക്സാം ആയിരിക്കും. ആൻഡ് ബേസിക്കലി ഇത് ക്രാക്ക് ചെയ്യാൻ നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആക്കുക. ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ നോക്കുക. ആൻഡ് കുറച്ച് ചെറിയ ചെറിയ ഡേറ്റ സ്ട്രക്ചേഴ്സ് ലൈക്ക് സ്ട്രിങ്സ്, ലിങ്ക് ലിസ്റ്റ്, അറേസ്, സ്റ്റാക്ക് ആൻഡ് ക്യൂസ്, അതൊക്കെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫൈനലി ഇന്റർവ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടാവുക. ഇപ്പോൾ ലൂപ്പ് കോൺസെപ്റ്റ്സ് ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഫോർ ലൂപ്പ് ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കേണ്ടാവുക. ആൻഡ് ദെൻ പ്രിപ്പയർ ഫോർ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് അറിയാം ഓരോ കമ്പനീസ് ചോദിക്കണ കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് വാട്ട് ഡു യു സീ ഇൻ 5 years, അല്ലെങ്കിൽ വാട്ട് മേഡ് യു ടു ചൂസ് ദിസ് കമ്പനി, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതിനൊക്കെ ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അത് മൈൻഡിൽ വെച്ച് പോവുക. ആൻഡ് നിങ്ങളുടെ ഇൻട്രോ അത് സ്ട്രോങ് ആക്കണം. ആൻഡ് ഇൻട്രോയില് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതായത് ഞാൻ ഇപ്പൊ ഈ ടെക് സ്റ്റാക്ക് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട്. സോ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ യു ആർ ബേസിക്കലി ഡ്രൈവിംഗ് ദ റിക്രൂട്ടേഴ്സ് അറ്റൻഷൻ ടു യുവർ സ്ട്രോങ് പോയിന്റ്സ്. അപ്പോൾ അതിന്റെ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിക്രൂട്ടേഴ്സ് ചോദിക്കുന്നത് ആ ടെക് സ്റ്റാക്കിന്റെ ബേസിലായിരിക്കും. സോ അപ്പൊ നമ്മൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് വൺ മോർ അഡ്വൈസ് ഇസ് ദാറ്റ് നിങ്ങൾ മൾട്ടിപ്പിൾ പ്ലേസ്മെന്റ്സിന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. മീൻസ് ഒരു കമ്പനിയിൽ കിട്ടി, ഒരു കമ്പനിയിൽ പ്ലേസ്മെന്റ്സ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പ്ലേസ്മെന്റ്സ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. കാരണം മിക്ക കമ്പനീസും റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ബിസിനസ് എക്സിജൻസീസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടായിട്ട് റിക്രൂട്ട് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ to have multiple placements in hand so that you will be on the safe side. Okay. And നിങ്ങൾ ഫസ്റ്റ് വരുന്ന കമ്പനീസിൽ എപ്പോഴും പ്ലേസ്ഡ് ആവാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മൾ ഇനീഷ്യൽ ഫേസിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫോളോയിങ് കമ്പനീസ് അത് ചിലപ്പോൾ ബെറ്റർ ഓഫേഴ്സ് ആയിരിക്കും. അതിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഉള്ളുന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും, വി ഹാവ് ദിസ് പെർട്ടിക്കുലർ ഓഫർ ഇൻ ഹാൻഡ്. ഇനിയിപ്പോ അടുത്തത് പോയാലും കുഴപ്പമില്ല, പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ബോണസ് ആണ്. സോ അങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് ഫോളോയിങ് പ്ലേസ്മെന്റ്സിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇത് നേരത്തെ മെൻഷൻ ചെയ്തതാണ്. ഓക്കെ. സോ എനി ക്വസ്റ്റ്യൻസ്? That's all. Any questions ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി തേർഡ് ഇയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ പ്ലേസ്മെന്റ് ട്രെയിനിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ബൈ ദ എൻഡ് ഓഫ് തേർഡ് ഇയർ ഓർ ഫോർത്ത് ഇയർ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടാവും. പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ ട്രെയിനർ വന്നിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. സോ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പ്ലേസ്മെന്റ്സിൽ നടക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ ലാക്കിങ്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. സോ അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ലാക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ. യെസ്. ഇപ്പോ റെനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലേസ്ഡ് ആയാലും
നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയാലും അവർ ഓൺ ബോർഡ് ചെയ്യാൻ ഡിലേ ഉണ്ടാവും. കാരണം അത് ഈ ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ റെസിഷൻ കൂടെയാണ് പോയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ US എലക്ഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇതൊക്കെ കമ്പനീസിനെ എഫക്ട് ചെയ്യും. കാരണം മിക്ക IT കമ്പനീസിന്റെയും ക്ലയൻസ് US-ലാണ് ഉള്ളത്. സോ അവിടെ ഉണ്ടാവുന്ന പല ഫിനാൻഷ്യൽ പ്രോബ്ലംസും എലക്ഷൻസും അങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യും. സോ ഇപ്പോ മിക്ക IT കമ്പനീസിലും ബിസിനസ് റിക്വയർമെന്റ് കുറവാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. സോ ആ ഗ്യാപ്പ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇപ്പോ MNC ടിപ്പിക്കലി MNC കമ്പനീസ് ആയിട്ടുള്ള TCS, ടാറ്റ എലക്സി ഇവരൊക്കെ നമ്മൾ ഓൺ ബോർഡ് ചെയ്താലും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നമ്മൾ കോളേജിൽ ജാവ പഠിച്ചിട്ടുണ്ടാവാം, പൈത്തൺ പഠിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതിന് പുറമെ ആയിട്ട് ഇതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ ട്രെയിനിങ് ഇങ്ങനത്തെ MNC കമ്പനീസ് തരുന്നുണ്ടാവും. സോ അവിടെ നമ്മൾ കൺസെപ്റ്റ്സ് പഠിക്കുന്നതിനെ കാട്ടി നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവുക. സോ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഞാൻ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് കോഡിംഗ് ട്രൈ ചെയ്യാം, അതിൽ പ്രാക്ടീസ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് ആയിട്ടുള്ള AI, സൈബർ സെക്യൂരിറ്റി അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പ്ലേസ്ഡ് ആയിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ ട്രെയിനിങ്ങിന്റെ സമയത്ത് നമുക്കത് നല്ല ഹെൽപ്പ് ആവും. അല്ലെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ജാവയൊക്കെ നമ്മൾ സെക്കൻഡ് ഇയർ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പിന്നീട് നമ്മൾ പ്ലേസ്ഡ് ആയി കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കമ്പനിയിൽ ഓൺ ബോർഡ് ചെയ്യണ്ടാവുക. സോ അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആയി തോന്നും. സോ ആ ഒരു ഗ്യാപ്പ് പാസ് ഔട്ട് ആയിട്ട് ഓൺ ബോർഡ് ചെയ്യണ വരെയുള്ള ഗ്യാപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ കോളേജിൽ പഠിച്ച സംഭവങ്ങളിൽ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ടും കൂടി വന്നിട്ടുണ്ട്. അക്കാഡമിക്സ് ആൻഡ് അപ്സ്കില്ലിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? സോ ബേസിക്കലി അക്കാഡമിക്സിന് തന്നെ ആയിരിക്കണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടാവുക. കാരണം ബിക്കോസ് അക്കാഡമിക്സ് ആണ് നമ്മളെ പ്ലേസ്മെന്റിലെ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനീസിന്റെ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് അവര് ബാക്ക്ലോഗ്സ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു സ്പെസിഫൈഡ് CGPA ഉണ്ടാവും. അതിന് മേലുള്ള പിള്ളേരായിരിക്കും അവരൊരു ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അക്കാഡമിക്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ടെക് സ്റ്റാക്ക് എടുക്കുക. മീൻസ് ഇപ്പൊ ഹൈ ഡിമാൻഡിലുള്ള ടെക് സ്റ്റാക്ക് എടുക്കുക. ഓർ നമുക്ക് കോളേജ് എന്ന് പറയുന്ന ടൈം നമുക്ക് ഒരു ടെക് സ്റ്റാക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്. സോ ബേസിക്കലി കുറെ ടെക് സ്റ്റാക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക് എടുക്കുക. എന്നിട്ട് അതിൽ കൂടുതൽ ഡീപ് ഡൈവ് ചെയ്യാം. എല്ലാത്തിലും കയറി പഠിക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് എടുത്തിട്ട് അതിൽ കൂടുതൽ കോഴ്സ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എന്റെ കേസിൽ എന്ന് പറയുന്നത് ഞാൻ അക്കാഡമിക്സിന് പുറമെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്നോളജി ബ്ലോക്ക് ചെയിൻ ആയിരുന്നു. സോ ഞാൻ അതിൽ കൂടുതൽ റിസർച്ച് ചെയ്തു. പിന്നെ അതിന്റെ ഇവന്റ്സിന് പോയി, അതിന്റെ കുറെ ഹാക്കത്തോൺസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അതിൽ കംഫർട്ടബിൾ ആയി. ആൻഡ് എന്റെ മെയിൻ പ്രൊജക്ട് എന്ന് പറയുന്നത് ഞാൻ ബ്ലോക്ക് ചെയിനിലാണ് ചെയ്തത്. സോ അങ്ങനെ എനിക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുറെ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. സോ കോളേജ് എന്ന് പറയുന്ന ടൈം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടെക് സ്റ്റാക്ക് ഉണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക് സ്റ്റാക്ക് ചൂസ് ചെയ്യാം, എന്നിട്ട് അതിൽ ഡീപ് ഡൈവ് ചെയ്യാം. ഓക്കെ, I think there are no more questions to ask. Okay. So let's go to the feedback session. If anyone would like to share feedback about the session, you are most welcome to do so. I am Gauri Shankar and I am from second year IT. സാറിന്റെ അതേ ബ്രാഞ്ച് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് യു. ഓക്കെ അശ്വിൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ടേക്കിംഗ് യുവർ വാല്യുബിൾ ടൈം വിത്ത് അസ്. സാർ നമുക്ക് നല്ലൊരു അശ്വിൻ നമുക്ക് നല്ലൊരു സെഷനാണ് ഇവിടെ തന്നത്. നമ്മളെ എങ്ങനെയാണ് ഓരോ പ്ലേസ്മെന്റ് ഡ്രൈവിന് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ കീ ഫാക്ടേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നും പിന്നെ അതുപോലെ നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു നമ്മുടെ ഡ്രീം ജോബ് എങ്ങനെ ക്യാച്ചപ്പ് ചെയ്തെടുക്കണം പറ്റിയിട്ട് സാറ് ഡൗട്ട് ഇല്ലാതെ തന്നെ പറഞ്ഞു തരുന്നു. ലാസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ് പറയാൻ പറഞ്ഞപ്പോൾ വളരെ റെയർ ആയിട്ടാ ക്വസ്റ്റ്യൻ വന്നത്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലായോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഇതുപോലെ മീറ്റിന് പറയാൻ പറ്റാത്തതിന്റെ ആയിരിക്കാം. ബട്ട് ദിസ് സെഷൻ വാസ് വെരി വണ്ടർഫുൾ.
ഒന്നും പറയാനില്ല. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അത് സാർ ഇനി എപ്പോഴേലും ഇവിടെ കോളേജിലേക്ക് വന്നൊരു ഒരു സെഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് മോർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും കുറച്ച് എല്ലാവർക്കും. കാര്യം 2024 പാസ് ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു റെലവന്റ് ടൈമാണ്. കാര്യം ഇപ്പൊ എടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് പ്ലേസ്മെന്റ് ഡ്രൈവിൽ വന്നു, പ്ലേസ്മെന്റ് ആയി, പിന്നെ പെട്ടെന്ന് കോളേജിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും അതിനകത്ത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. Okay, definitely I'll consider that. And first of all, നമ്മൾ കോർപ്പറേറ്റ് വേൾഡിൽ ഇവിടെ സർ മാഡം എന്നൊന്നും വിളിക്കില്ല. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ സീനിയേഴ്സിനെ ചേട്ടാ ചേച്ചി എന്നൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അവരെന്നെ വിളിച്ചിട്ട് പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞത് ഇത് കോർപ്പറേറ്റ് ആണ്, കോർപ്പറേറ്റിൽ നമുക്ക് നമ്മുടെ സിഇഒനെ വരെ നമ്മുടെ പേരിൽ വിളിക്കാം. സോ ഇവിടെ നിങ്ങൾ ചേട്ടാ ചേച്ചി ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ബ്രോ എന്ന് വിളിച്ചാൽ മതി, ആൻഡ് സർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങൾ വിളിച്ചിരുന്നു കുറച്ച് പേര് IEEEലും വേറെ കമ്മ്യൂണിറ്റീസിലും ഒരു സെഷൻ എടുത്തരാൻ വിളിച്ചിരുന്നു. അത് ഒന്ന് ബ്ലോക്ക് ചെയിൻ്റെ ആയിരുന്നു, പിന്നെ ഒരെണ്ണം അതേപോലെ പ്ലേസ്മെന്റിന്റെ. പക്ഷെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്, ടെക്നോ പാർക്കിലാണ്. സോ എനിക്ക് ട്രാവലിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലാണ്. സോ ഒരു 3 months ലോങ് ട്രെയിനിങ്ങിലാണ്. സോ ട്രെയിനിങ് സമയത്ത് നമുക്ക് ലീവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലി മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി മാത്രം ആണ് ലീവ് കിട്ടുള്ളൂ. സോ അങ്ങനത്തെ ഒരു ടൈമിന്റെ കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് സെഷൻ ഒന്നും എടുക്കാത്തത്. ഐ മീൻ സെഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ടൈമിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ കൺസിഡർ ദാറ്റ്. ഇനി ഫ്രീ ടൈം ഉള്ളപ്പോൾ നമുക്കത് എന്തായാലും പ്ലാൻ ചെയ്യാം. ഓക്കെ. Okay, thank you, Ashwin. Thank you. Thank you so much, Seshu Jetta. To formally conclude this session, I would like to invite Fadila to deliver vote of thanks. So first of all, I would like to express a gratitude to IEEEGC Palakkad for organizing this session. ഈ സെഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടിയത്. പിന്നെ ഇത്രയും ബിസി ഷെഡ്യൂൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇത്രയും വൃത്തിക്ക് ഒരു സെഷൻ തന്നതിന് അശ്വിന് ഹ്യൂജ് താങ്ക്സ്. നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലേസ്മെന്റ് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവും, അതിന് നമ്മൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എല്ലാം ഭയങ്കര വൃത്തിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Huge thanks. And also I'd like to thank participants for making this session interactive and a huge success. Once again, thank you Ashwin and IEEE for this insightful and informative session. Okay, thank you.